Good morning. Today we are going to discuss about histone code. Histone code hypothesis. The histone code refers to the hypothesis that specific combinations of chemical modifications on histone proteins can act as a molecular code that influences gene expression and other chromatin related processes. ഹിസ്റ്റോൺ കോഡ് എന്ന് പറയുന്നത് ഒരു ഹൈപ്പോത്തിസിസ് ആണ്. എന്താ ഹൈപ്പോത്തിസിസ്? ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഒരു അസംഷൻ അല്ലെങ്കിൽ ഒരു അനുമാനം അല്ലെങ്കിൽ ഒരു ഊഹം എന്നൊക്കെ നമ്മൾ പറയുന്നതിനെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹിസ്റ്റോൺ കോഡ് എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തിസിസ് ആണ്, ഒരു അസംഷൻ ആണ്. That specific combinations of chemical modifications on histone proteins specific combinations chemical modifications ന്റെ specific combinations histone proteins വരുന്ന കെമിക്കൽ മോഡിഫിക്കേഷൻസിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കോമ്പിനേഷൻസ് മോളിക്കുലാർ കോഡായിട്ട് ആക്ട് ചെയ്യും. അത് ജീൻ എക്സ്പ്രഷനെയും അതുപോലെ അതർ ക്രൊമാറ്റിൻ റിലേറ്റഡ് പ്രോസസ്സുകളെയും ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറയുന്നതാണ് ഹിസ്റ്റോൺ കോഡ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പം ഹിസ്റ്റോൺ കോഡ് എന്ന് പറയുന്നത് ഒരു ഹൈപ്പോത്തിസിസ് ആണ്, ഒരു അസംഷനാണ്. അസംഷനിൽ പറയുന്നത് ഹിസ്റ്റോൺ പ്രോട്ടീൻസിനകത്ത് വരുന്ന കെമിക്കൽ മോഡിഫിക്കേഷൻസ്, അതിൻ്റെ സ്പെസിഫിക് കോമ്പിനേഷൻസ്, കെമിക്കൽ മോഡിഫിക്കേഷൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഒരു മോളിക്കുലാർ കോഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അത് ജീൻ എക്സ്പ്രഷനെയും അതുപോലെ തന്നെ ക്രൊമാറ്റിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സുകളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതാണ് ഹിസ്റ്റോൺ കോഡ് ഹൈപ്പോത്തിസിസ്. സോ വാട്ട് ആർ ഹിസ്റ്റോൺസ്? ഹിസ്റ്റോൺസ് ആർ പ്രോട്ടീൻസ് ദാറ്റ് ഹെൽപ്പ് ടു ഓർഗനൈസ് ആൻഡ് പാക്കേജ് DNA ഇൻടു ഹൈലി കോമ്പാക്ട് ആൻഡ് സ്ട്രക്ചേർഡ് ഫോം കോൾഡ് ക്രൊമാറ്റിൻ. ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, പ്രോട്ടീൻസ് ആണ്. എന്താണ് അവരുടെ റോൾ? ദേ ഹെൽപ്പ് ടു ഓർഗനൈസ് ആൻഡ് പാക്കേജ് DNA, ഓർഗനൈസ് ചെയ്യാനും പാക്ക് ചെയ്യാനും DNA ഇൻടു ഹൈലി കോമ്പാക്ട് ആൻഡ് സ്ട്രക്ചേർഡ് ഫോം കോൾഡ് ക്രൊമാറ്റിൻ. ഹൈലി കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ഫോം ആയിട്ടുള്ള ക്രൊമാറ്റിനായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീനുകളെയാണ് നമ്മൾ ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഡയഗ്രത്തിൽ നമുക്ക് നോക്കിയാൽ കാണാം, ന്യൂക്ലിയസ് കാണിച്ചിട്ടുണ്ട്. ന്യൂക്ലിയസിനകത്ത് ക്രോമസോംസ് കാണിച്ചിട്ടുണ്ട്. ക്രോമസോംസ് ന്യൂക്ലിയോസോംസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ന്യൂക്ലിയോസോംസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹിസ്റ്റോൺസ് കൊണ്ടാണെന്ന് കാണിച്ചിട്ടുണ്ട്. ആ ഓരോ ഒരു ഹിസ്റ്റോൺ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയോസോമിന് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് 2 copies ഓഫ് H2A, H2B, H3 ആൻഡ് H4 അങ്ങനെ 4 ഹിസ്റ്റോൺസിൻ്റെ 2 കോപ്പി വെച്ച് ഓരോ ന്യൂക്ലിയോസോമിനകത്തും ഉണ്ട്. The histone proteins have long flexible tails that protrude from the nucleosome core, which is the basic unit of chromatin structure. ക്രൊമാറ്റിൻ സ്ട്രക്ചറിൻ്റെ ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. ന്യൂക്ലിയോസോം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ന്യൂക്ലിയോസോമിനകത്ത് 4 പ്രോട്ടീൻസ് ആണ്, 4 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആണുള്ളത്. അതെല്ലാം 2 കോപ്പീസ് വെച്ചാണുള്ളത്. H2A, H2B, H3, H4 അങ്ങനെ 4 ഹിസ്റ്റോൺ പ്രോട്ടീൻസിൻ്റെ 2 കോപ്പി വെച്ച് നമ്മുടെ ന്യൂക്ലിയോസോം കോർ എന്ന് പറയുന്നത് അതിനകത്തുണ്ട്. അങ്ങനെ മൊത്തം 8 എണ്ണം. അങ്ങനെ 8 ഇതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് നമ്മുടെ ന്യൂക്ലിയോസോം കോർ എന്ന് പറയുന്നത്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന റൗണ്ടിലുള്ള ഈ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഈ സ്ട്രക്ചറാണ് നമ്മുടെ ന്യൂക്ലിയോസോം കോർ എന്ന് പറയുന്നത്. ആ ന്യൂക്ലിയോസോം കോറാണ് ക്രൊമാറ്റിൻ സ്ട്രക്ചറിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയോസോം കോറിനകത്തുള്ള ഹിസ്റ്റോൺ പ്രോട്ടീൻസിനെല്ലാം തന്നെ ലോങ്ങും ഫ്ലെക്സിബിളും ആയിട്ടുള്ള ടെയിൽസ് ഉണ്ട്. എൻ ടെർമിനൽ ടെയിൽസ് ഉണ്ട് ഓരോ പ്രോട്ടീനും. നമുക്കറിയാം എൻ ടെർമിനൽ, സി ടെർമിനൽ അല്ലേ, അമിനോ ആസിഡ് സീക്വൻസുകളാണ്. അതിന് എൻ ടെർമിനലും ഉണ്ട്, സി ടെർമിനലും ഉണ്ട്. ഓരോ ഹിസ്റ്റോൺ പ്രോട്ടീൻസിനും ലോങ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടെയിൽസ് ഉണ്ട്. ആ ടെയിൽസ് എല്ലാം ന്യൂക്ലിയോസോമിൽ നിന്ന് പ്രൊട്രൂഡ് ചെയ്താണ്, പുറത്തേക്ക് തള്ളിയാണ് നിൽക്കുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓരോ H2A, H2B, H3, H4 എന്നൊക്കെ പറഞ്ഞ് കാണിച്ചതിനകത്ത് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നതാണ് നമ്മുടെ ഹിസ്റ്റോൺ ടെയിൽസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഹിസ്റ്റോൺ ടെയിൽസ് എന്ന് പറയുന്നത്. The histone proteins have long flexible tails that protrude from the nucleosome core, which is the basic unit of chromatin structure. These tails can undergo various chemical modifications including acetylation, methylation, phosphorylation, ubiquitination and others. ഈ ടെയിൽസിനകത്ത് പലതരത്തിലുള്ള കെമിക്കൽ മോഡിഫിക്കേഷൻസ് അണ്ടർഗോ ചെയ്യാനായിട്ട് പറ്റും. അതിന് എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അസറ്റൈലേഷൻ, അസറ്റൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്ന, മീതൈലേഷൻ, മീതൈൽ ഗ്രൂപ്പ്സിനെ ആഡ് ചെയ്യുന്ന, ഫോസ്ഫോറൈലേഷൻ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്ന, അതുപോലെ യൂബിക്കിനൈസേഷൻ ഒക്കെയാണ് അതിന് എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറയാറുള്ളത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കെമിക്കൽ മോഡിഫിക്കേഷൻസ്. ഡിഫറെൻറ്റ് മോഡിഫിക്കേഷൻസ് ക്യാൻ ഒക്കർ ഓൺ ഡിഫറെൻറ്റ് അമിനോ ആസിഡ്സ് വിത്തിൻ ദ ഹിസ്റ്റോൺ ടെയിൽസ്. ഹിസ്റ്റോൺ ടെയിലുള്ള ഡിഫറെൻറ്റ് അമിനോ ആസിഡ്സിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കെമിക്കൽ മോഡിഫിക്കേഷൻസ് അണ്ടർഗോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ലീഡിങ് ടു എ വൈഡ് അറേ ഓഫ് പൊട്ടൻഷ്യൽ മോഡിഫിക്കേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. അതുവഴി ഒരു വൈഡ് അറേ ഓഫ് കോമ്പിനേഷൻസും മോഡിഫിക്കേഷൻസും ഡെവലപ്പ് ചെയ്യും. അതായത് ഓരോ ഹിസ്റ്റോൺ ടെയിലിനകത്തും പലതരത്തിലുള്ള അമിനോ ആസിഡുകളുണ്ട്.
ആ പലതരത്തിലുള്ള അമിനോ ആസിഡ്സിന് പലതരത്തിലുള്ള മോഡിഫിക്കേഷൻസ് അണ്ടർഗോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. According to this idea, different patterns of combinations on histone tail at a given gene could be read to mean different things. ഈ ഹിസ്റ്റോൺ കോഡ് ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ ഈ ഐഡിയ അനുസരിച്ച് പറയുന്ന ഹിസ്റ്റോൺ ടെയിലിൽ വരുന്ന പലതരത്തിലുള്ള കെമിക്കൽ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഓഫ് മോഡിഫിക്കേഷൻസിനെ നമ്മൾ ജീൻ പല രീതിയിലാണ് റീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പല മീനിങ്സാണ് ഒരു ജീൻ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നതാണ് ഹിസ്റ്റോൺ കോഡ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. According to this idea, different pattern of combinations on histone tails. Histone tailsil വരുന്ന different types അല്ലെങ്കിൽ different പാറ്റേണിലുള്ള കെമിക്കൽ മോഡിഫിക്കേഷൻസ് at a given gene could be read to mean different meanings. അത് റീഡ് ചെയ്ത് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ മോഡിഫിക്കേഷൻസ് ആണ്. നമ്മൾ ഇതിനകത്ത് 4 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് കാണിച്ചിട്ടുണ്ട്. H2A, H2B, H3 ആൻഡ് H4. അങ്ങനെ 4 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് കാണിച്ചിട്ടുണ്ട്. ആ ഹിസ്റ്റോൺ പ്രോട്ടീൻസിൽ വരുന്ന കെമിക്കൽ മോഡിഫിക്കേഷൻസ് അതിൻ്റെ എല്ലാം മിക്കതിൻ്റെയും തന്നെ എൻ ടെർമിനൽ റീജിയനിലുള്ള കെമിക്കൽ മോഡിഫിക്കേഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് നോക്കിയേ, കെ എന്നിട്ടിരിക്കുന്നതെല്ലാം ലൈസീനെയാണ് കാണിക്കുന്നത്. അപ്പം ലൈസീൻ 4th പൊസിഷനിലും 5th പൊസിഷനിലും ഇവിടെ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന അസറ്റൈലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സെറീനകത്ത് ഫോസ്ഫോറിലേഷൻ നടന്നിട്ടുണ്ട് ഈ H2Aയിലാണെങ്കിൽ. ഇനി H2Bയിലാണെങ്കിൽ ലൈസീൻ്റെ 5th പൊസിഷനിൽ അസറ്റൈലേഷൻ, 12th പൊസിഷനിൽ അസറ്റൈലേഷൻ, അതുപോലെ 15th പൊസിഷനിലും അസറ്റൈലേഷൻ നടന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ ഹിസ്റ്റോൺ പ്രോട്ടീൻ്റെയും എൻ ടെർമിനൽ ആയിട്ടുള്ള ടെയിൽസ് അല്ലെങ്കിൽ ടെയിൽസിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കെമിക്കൽ മോഡിഫിക്കേഷൻസ് നടക്കുന്നുണ്ട്. അതെല്ലാം ഡിഫറെൻറ്റ് രീതിയിലാണ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്സ് ആണ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിലുള്ള കെമിക്കൽ മോഡിഫിക്കേഷൻസ് റീഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്സ് ആണ് ലഭിക്കുന്നത്. The meaning could result from a particular pattern of modifications, in each case recruiting a distinct set of proteins. ഈ മീനിങ്സ് അറൈസ് ചെയ്യുന്നത് അതായത് ഡിഫറെൻറ്റ് പാറ്റേൺ ഓഫ് മോഡിഫിക്കേഷൻസ്, പലതരത്തിലുള്ള ഡിഫറെൻറ്റ് പാറ്റേൺസിലുള്ള കെമിക്കൽ മോഡിഫിക്കേഷൻസ് നടക്കുന്നത് വഴി ഒരു ഡിസ്റ്റിങ് സെറ്റ് ഓഫ് പ്രോട്ടീൻസിനെ ആയിരിക്കാം അത് റിക്രൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അസറ്റൈലേഷൻ നടന്നു, ഫോസ്ഫോറൈലേഷൻ നടന്നു, ലൈസീനകത്ത് അസറ്റൈലേഷൻ നടന്നു, ഫോസ്ഫോറൈലേഷൻ ലൈസീൻ 6th പൊസിഷനകത്ത് നടന്നു. അന്നേരം അത് വേറെ ഒരു ടൈപ്പ് ഓഫ് മീനിങ് ആയിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ മീനിങ്ങിനനുസരിച്ച് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രോട്ടീൻസിനെ ആയിരിക്കാം അത് റിക്രൂട്ട് ചെയ്യുന്നത്. ഇപ്പം H2Aയുടെ തന്നെ ഇപ്പോൾ നമുക്ക് എടുക്കാം. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ H2Aയുടെ ലൈസീൻ 4th പൊസിഷനിലുള്ള ലൈസീനിൽ അസറ്റൈലേഷൻ നടന്നു, 5th പൊസിഷനിലുള്ള ലൈസീനിലത് ഫോസ്ഫോറൈലേഷനാണ് നടന്നതെന്ന് വിചാരിക്കാം. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ആ മീനിങ്ങിനനുസരിച്ച് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് പ്രോട്ടീൻസിനെ ആയിരിക്കാം അത് റിക്രൂട്ട് ചെയ്യുന്നത്. ഇതേ കേസിൽ തന്നെ ഇപ്പോൾ H2Aയുടെ ലൈസീൻ 5th പൊസിഷനകത്ത് അസറ്റൈലേഷനും 8th പൊസിഷനകത്ത് ഫോസ്ഫോറൈലേഷനും നടക്കുന്നതെങ്കിൽ അവിടെ മീനിങ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻറ്റ് പാറ്റേൺ ഓഫ് കെമിക്കൽ മോഡിഫിക്കേഷനാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് പ്രോട്ടീനെ ആയിരിക്കാം അന്നേരം റിക്രൂട്ട് ചെയ്യുന്നത്. സോ അതാണ് ഈ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. ദ മീനിങ് കുഡ് റിസൾട്ട് ഫ്രം എ പർട്ടിക്കുലർ പാറ്റേൺ ഓഫ് മോഡിഫിക്കേഷൻസ്, ഇൻ ഈച്ച് കേസ് റിക്രൂട്ടിംഗ് എ ഡിസ്റ്റൻറ്റ് സെറ്റ് ഓഫ് പ്രോട്ടീൻസ്. ദ പർട്ടിക്കുലർ സെറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ, type and deposition of recognition domains carried by those proteins. ഇനി ഏത് സെറ്റാണ് വരുന്നത്, ഏത് പ്രോട്ടീൻ സെറ്റാണ് വരുന്നത് എന്നുള്ളത് നമ്പർ, ടൈപ്പ് ആൻഡ് ഡെപ്പോസിഷൻ ഓഫ് റെക്കഗ്നിഷൻ ഡൊമെയിൻസ്, ഏതൊക്കെ റെക്കഗ്നിഷൻ ഡൊമെയിൻസിൻ്റെ ഡെപ്പോസിഷനാണ് ആ പ്രോട്ടീൻസിനകത്തുള്ളത് ഒക്കെ അനുസരിച്ചായിരിക്കും ഏത് സെറ്റ് ഓഫ് പ്രോട്ടീൻസ് ആണ് വരുന്നത് എന്ന് തീരുമാനിക്കുന്നത്. There are proteins that recognize specific acetylation or methylation marks on histones. ചില പ്രോട്ടീൻസ് ഉണ്ട് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള അസറ്റൈലേഷൻ അല്ലെങ്കിൽ മീഥൈലേഷൻ മാർക്സിനെ മാത്രം റെക്കഗ്നൈസ് ചെയ്ത് വരുന്ന പ്രോട്ടീനുകളുണ്ട്. അതിന് എക്സാമ്പിളാണ് TF2Dയും HP1ഉം. There are also proteins that phosphorylate serine residues in H3 and H4 tails and proteins that bind those modifications. അതുപോലെ ചില പ്രോട്ടീൻസ് ഉണ്ട് അത് ഫോസ്ഫോറിലേറ്റ് ചെയ്യും, സെറീൻ റെസിഡ്യൂവിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. H3ലും H4ലും ഉള്ള സെറീൻ റെസിഡ്യൂസിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. അതുപോലെ അങ്ങനെയുള്ള മോഡിഫിക്കേഷൻസ് സെറീൻ റെസിഡ്യൂവിൽ ആ ഫോസ്ഫോറിലേറ്റഡ് ആയിട്ടുള്ള റീജിയനിൽ ബൈൻഡ് ചെയ്യുന്ന പ്രോട്ടീൻസും ഉണ്ട്. ദസ് മൾട്ടിപ്പിൾ മോഡിഫിക്കേഷൻസ് അറ്റ് സെവറൽ പൊസിഷൻസ് ഇൻ ദ ഹിസ്റ്റോൺ ടെയിൽസ് ആർ പോസിബിൾ. അതുകൊണ്ട് തന്നെ ഹിസ്റ്റോൺ ടെയിൽസിനകത്ത് സെവറൽ പൊസിഷൻസിനകത്ത് പല പൊസിഷൻസിനകത്തും മൾട്ടിപ്പിൾ ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് നടത്താനായിട്ട് പറ്റും, പോസിബിൾ ആണ്. Add to this the observation that many of the proteins that carry modification recognizing domains are themselves enzymes that modify histones further
and we start to see how a process of recognizing and maintaining patterns of modification could be in principle be achieved. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാറ്റേണുകളെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ പ്രോട്ടീനുകൾക്കുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ വന്ന് ബൈൻഡ് ചെയ്യുന്ന പ്രോട്ടീനുകൾക്ക് ഓൾറെഡി ഉള്ള ആ റെക്കഗ്നൈസിങ് ഡൊമെയിൻസ് ഉള്ള ആ പ്രോട്ടീനുകൾക്ക് അവർ എൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് അവർക്ക് പിന്നീടും ഈ ഹിസ്റ്റോൺസിനെ മോഡിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതാണ് ഈ പറഞ്ഞിരിക്കുക. മെനി ഓഫ് ദ പ്രോട്ടീൻസ് ദാറ്റ് ക്യാരി മോഡിഫിക്കേഷൻ റെക്കഗ്നൈസിങ് ഡൊമെയിൻസ്, മോഡിഫിക്കേഷൻ റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഡൊമെയിൻസ് ഉള്ള മിക്ക പ്രോട്ടീൻസിനും കൻ ആക്ട് ആർ ദംസെൽസ് എൻസൈംസ്. അവർ എൻസൈംസ് ആണ്. ദേ ക്യാൻ മോഡിഫൈ ഹിസ്റ്റോൺസ് ഫർദർ. അവർക്ക് പിന്നെയും ഹിസ്റ്റോൺസിനെ മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. കൺസിഡർ വൺ സിമ്പിൾ കേസ്. അതൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ്. ഒരു സിമ്പിൾ കേസ്, ലൈസിൻ 9 ഓൺ ദ ടെയിൽ ഓഫ് ഹിസ്റ്റോൺ H3. ഹിസ്റ്റോൺ H3യുടെ ടെയിലുള്ള ലൈസിൻ 9-നകത്തുള്ള മോഡിഫിക്കേഷൻ. Different modification states of this residue could be interpreted to have different meanings. ഈ ലൈസിൻ 9 H3യിലെ ലൈസിൻ 9-നകത്ത് വരുന്ന മോഡിഫിക്കേഷൻസിന് പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. പല മോഡിഫിക്കേഷൻസ് വരാറുണ്ട്. ഫോസ്ഫോറിലേഷൻ, അസറ്റൈലേഷൻ, യൂബിക്വിനൈസേഷൻ, അങ്ങനെയുള്ള പല മോഡിഫിക്കേഷൻസ് വരാറുണ്ട്. ഈ പല മോഡിഫിക്കേഷൻസിനെ പല രീതിയിലാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓരോ മോഡിഫിക്കേഷനും പല മീനിങ് ആണ്. ഈവൻ സെയിം റെസിഡ്യൂ ആണ്. ലൈസിൻ 9 എന്ന് പറയുന്നത് ഹിസ്റ്റോൺ, ഒരു സെയിം ഹിസ്റ്റോൺ തന്നെ. ഹിസ്റ്റോൺ H3യുടെ ലൈസിൻ 9-നകത്ത് പല രീതിയിലുള്ള കെമിക്കൽ മോഡിഫിക്കേഷൻസ് വരുമ്പം അതിനെ പല രീതിയിലായിട്ടാണ് റീഡ് ചെയ്യുന്നത്. Thus, acetylation of this residue is associated with actively transcribed genes. ലൈസിൻ 9-നകത്ത് അസറ്റൈലേഷൻ ആണ് നടക്കുന്നതെങ്കിൽ അതിനർത്ഥം ആക്റ്റീവായിട്ട് ആ ജീൻ ട്രാൻസ്ക്രൈബ് ചെയ്യുമെന്നാണ് അർത്ഥം. This residue is recognized by various histone acetylases bearing bromodomains, and these stimulate the acetylation of nearby nucleosomes. അപ്പോൾ നമ്മൾ അതിനെ അസറ്റൈലേറ്റ് ചെയ്യാണ്. ഹിസ്റ്റോൺ H3-കകത്തുള്ള ലൈസിൻ 9 നമ്മൾ അസറ്റൈലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാണിക്കുന്ന ആക്റ്റീവ്ലി ട്രാൻസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ജീൻസിനെയാണ്. ഈ റെസിഡ്യൂവിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഹിസ്റ്റോൺ അസറ്റൈലേസസ് എന്ന് പറഞ്ഞ എൻസൈമാണ് ഈ റെസിഡ്യൂവിനെ അതായത് H3 അസറ്റൈലേറ്റഡ് ആയിട്ടുള്ള H3യിലെ ലൈസിൻ 9-നെ റെക്കഗ്നൈസ് ചെയ്യണത് ഹിസ്റ്റോൺ അസറ്റൈലേസസ് ആണ്. ഹിസ്റ്റോൺ അസറ്റൈലേസസിൻ്റെ ബ്രോമോ ഡൊമെയിൻസ് ആണ് അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇതെന്താ ചെയ്യുന്നത്? ഇത് എൻസൈമായിട്ടാണ്. ഇത് എൻസൈംസ് ആണ്. ഇതെന്താ ചെയ്യുന്നത്? ഇത് നിയർ ബൈ ആയിട്ടുള്ള തൊട്ടടുത്ത് കിടക്കുന്ന നിയർ ബൈ ന്യൂക്ലിയോസോംസിൻ്റെയും അസറ്റൈലേഷൻ നടത്തും. അങ്ങനെ അത് ആക്റ്റീവായിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞത് ലൈസിൻ 9 H3യിലെ ലൈസിൻ 9-ൻ്റെ മോഡിഫിക്കേഷൻ്റെ കാര്യമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് മോഡിഫിക്കേഷൻസ്, പലതരത്തിലുള്ള മോഡിഫിക്കേഷൻസ് പല മീനിങ്ങുകളാണ് തരുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ലൈസിൻ 9-നെ നമ്മൾ അസറ്റൈലേറ്റ് ചെയ്യുവാണെങ്കിൽ അത് ആക്റ്റീവ്ലി ട്രാൻസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ജീനെയാണ് കാണിക്കുന്നത്. ഈ ലൈസിൻ 9 അസറ്റൈലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിസ്റ്റോൺ അസറ്റൈലേസസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ ബ്രോമോ ഡൊമെയിനാണ് അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ബ്രോമോ ഡൊമെയിൻ അതിനെ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ വന്ന് ബൈൻഡ് ചെയ്യും. അത് തൊട്ടടുത്ത് കിടക്കുന്ന ന്യൂക്ലിയോസോമുകളുടെയും അസറ്റൈലേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി when lysine 9 is unmodified, it is associated with silenced genes. ഇനി ലൈസിൻ 9-നെ നമ്മൾ അസറ്റൈലേഷനോ ഫോസ്ഫോറൈലേഷനോ ഒന്നും അണ്ടർഗോ ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം അത് സൈലൻസ്ഡ് ആയിട്ടുള്ള റീജിയൻ ആണെന്നാണ്. അതിന് എക്സാമ്പിളാണ് സക്കാരോമൈസസ് സർവീസസ്. സക്കാരോമൈസസ് സർവീസിനകത്ത് ലൈസിൻ 9 അൺമോഡിഫൈഡ് ആണ് എങ്കിൽ അത് സൈലൻസ്ഡ് ആയിട്ടുള്ള റീജിയൻ ആണെന്നാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. Unacetylated histones often recruit deacetylating enzymes, reinforcing and maintaining the deacetylated state, as in the spreading of silenced regions in Saccharomyces cerevisiae. ഇനി അൺഅസറ്റൈലേറ്റഡ് ആണ്, ഹിസ്റ്റോൺസിനകത്ത് അസറ്റൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നില്ല എങ്കിൽ അത് ഡീഅസറ്റൈലേറ്റിംഗ് എൻസൈംസിനെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. അതുവഴി ഡീഅസറ്റൈലേറ്റഡ് സ്റ്റേജിനെയാണ് അത് റീഇൻഫോഴ്സ് ചെയ്യുന്നത്. അതുവഴി എൻസൈംസ് എല്ലാം അല്ലെങ്കിൽ ആ ന്യൂ ജീനെല്ലാം അല്ലെങ്കിൽ ആ റീജിയൻ സൈലൻസ്ഡ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഫൈനലി ദ സെയിം ലൈസിൻ ക്യാൻ ഇൻ സം ഓർഗാനിസംസ് ബി മീതൈലേറ്റഡ്. ഈ സെയിം ലൈസിൻ, നമ്മൾ ഈ പറഞ്ഞ ലൈസിൻ 9, ഈ ലൈസിൻ 9 ചില കേസസിനകത്ത് ചില ഓർഗാനിസത്തിനകത്ത് മീതൈലേറ്റഡ് ആയി പോവാം. വേറൊരു ടൈപ്പ് ഓഫ് കെമിക്കൽ മോഡിഫിക്കേഷൻ. മീതൈലേറ്റഡ് ആണെങ്കിലോ ഇൻ ദാറ്റ് കേസ് ദ മോഡിഫൈഡ് റെസിഡ്യൂ ബൈൻഡ്സ് പ്രോട്ടീൻസ് ദാറ്റ് എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ എ ഹെട്രോക്രോമാറ്റിക് സ്റ്റേറ്റ്. മീതൈലേറ്റഡ് ആവുകയാണെങ്കിൽ അന്നേരം വേറെ ഒരു സെറ്റ് ഓഫ് പ്രോട്ടീൻസ് വന്ന് ബൈൻഡ് ചെയ്യും. അതിന് എക്സാമ്പിളാണ് HP1 പറഞ്ഞിരിക്കുന്നത്. HP1 പോലുള്ള പ്രോട്ടീൻസ് വന്ന് ബൈൻഡ് ചെയ്യും. എന്നിട്ടോ ഹെട്രോക്രോമാറ്റിക് സ്റ്റേറ്റ്, സൈലൻസ്ഡ് സ്റ്റേറ്റിലോട്ടാണ് അന്നേരം കൊണ്ടുപോകുന്നത്. അസറ്റൈലേറ്റഡ് ആണ് എങ്കിൽ ലൈസിൻ 9 H3 ലൈസിൻ 9 അസറ്റൈലേറ്റഡ് ആണെങ്കിൽ ആക്റ്റീവ് ആവും. ബ്രോമോ ഡൊമെയിനുള്ള ഹിസ്റ്റോൺ അസറ്റൈലേസസ് വന്ന് ബൈൻഡ് ചെയ്യും തൊട്ടടുത്തുള്ള ന്യൂക്ലിയോസോം റീജിയൻസിനെയും
അസറ്റൈലേറ്റ് ചെയ്യും, അങ്ങനെ ആക്റ്റീവായിട്ട് ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. ഇനി അൺമോഡിഫൈഡ് ആയിട്ടുള്ള ലൈസീൻ 9 ആണെങ്കിൽ അവിടെ അത് സൈലൻസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഹിസ്റ്റോൺ ഡി അസറ്റൈലൈസസിനെയാണ് അവിടെ റിക്രൂട്ട് ചെയ്യുന്നത്. ഇനി ഈ ലൈസീൻ 9 തന്നെ മീതൈലേറ്റഡ് ആവുകയാണെങ്കിൽ അന്നേരം റിക്രൂട്ട് ചെയ്യുന്ന SP1 പോലുള്ള പ്രോട്ടീനുകളെയാണ്, അതും സൈലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബട്ട് ക്യാൻ കോമ്പിനേഷൻസ് ഓഫ് മോഡിഫിക്കേഷൻസ് ഹാവ് ഡിസ്റ്റിൻറ്റ് മീനിങ്സ്? ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് മോഡിഫിക്കേഷൻസിന് ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള മീനിങ്സ് വരാവുമെന്ന്. അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്, അവർക്ക് ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള മീനിങ്സ് വരാം. One example of how a histone modification can apparently influence a second modification present nearby is illustrated by the Drosophila SP1 protein. വേറൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ഒരിടത്ത് നടക്കുന്ന ഒരു ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻ വേറൊരിടത്ത് നടക്കുന്ന ഹിസ്റ്റോൺ മോഡിഫിക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള എക്സാമ്പിളാണ് ഡ്രോസോഫില്ലയുടെ SP1 പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഒരിടത്ത് നടക്കുന്ന ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻ വേറൊരിടത്തുള്ള ഹിസ്റ്റോൺ മോഡിഫിക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് എക്സാമ്പിളാണ് ഡ്രോസോഫില്ലയിലെ SP1 പ്രോട്ടീൻ. ഇതിനകത്ത് നോക്കി, ഈ ഡയഗ്രത്തിനകത്ത് ഹിസ്റ്റോൺ ഫോൾ ഡൊമൈൻ C ടെർമിനലും N ടെർമിനലും കാണിച്ചിട്ടുണ്ട്. ഒരു ഹിസ്റ്റോൺ പ്രോട്ടീൻ്റെ C ടെർമിനലും N ടെർമിനലും കാണിച്ചിട്ടുണ്ട്. നോക്കി, ഇത് N ടെർമിനൽ, ഇത് C ടെർമിനൽ. ഇൻഫ്ലുവൻസ് ഓഫ് വൺ ക്രൊമാറ്റിൻ മോഡിഫിക്കേഷൻ ഓൺ അനദർ. ഒരു ക്രൊമാറ്റിൻ്റെ മോഡിഫിക്കേഷൻ വേറെ ഒരെണ്ണത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് എക്സാമ്പിളായിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. മോഡിഫിക്കേഷൻസ് ആർ ഷോൺ ഓൺ ദ ടെയിൽ ഓഫ് ഹിസ്റ്റോൺ S3. ഇതെല്ലാം കാണിച്ചിരിക്കുന്നത് ഹിസ്റ്റോൺ S3യുടെ ഡയഗ്രാമാണ് അവിടെ വരച്ചിരിക്കുന്നത്. ഹിസ്റ്റോൺ S3യിൽ വന്ന കെമിക്കൽ മോഡിഫിക്കേഷൻസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. മീതൈലേഷൻ ഓഫ് ലൈസീൻ 9, ഇവിടെ K9 എന്നിട്ടുണ്ട്. ആദ്യത്തെ ഡയഗ്രത്തിനകത്ത് ഇതിനകത്ത് K9 എന്നിട്ടുണ്ട്. അപ്പോൾ K9-നകത്ത് മീതൈലേഷൻ നടക്കുകയാണെങ്കിൽ അത് SP1 പ്രോട്ടീനെ റിക്രൂട്ട് ചെയ്യും. അതാണ് സെക്കൻഡ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഹിസ്റ്റോൺ ലൈസീൻ K9-നകത്ത് മീതൈലേഷൻ നടക്കുകയാണെങ്കിൽ ഇവിടെ ഈ വയലറ്റ് കളറിൽ കാണിച്ചിരിക്കുന്ന SP1 പ്രോട്ടീനാണ്. SP1 പ്രോട്ടീന് ലൈസീൻ 9 വന്ന് ബൈൻഡ് ചെയ്യാം, ക്രൊമാറ്റിൻ്റെ കണ്ടൻസേഷൻ നടത്താം. ഇനി അതേ സമയത്ത് തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന സെറീൻ 10-നകത്ത് ഫോസ്ഫോറൈലേഷൻ നടക്കുകയാണെങ്കിൽ, സെറീൻ 10-നകത്ത് ലൈസീൻ 9-നകത്ത് ഓൾറെഡി മീതൈലേഷൻ ഉണ്ട്, അതേസമയം തന്നെ ഫോസ്ഫോറൈലേഷൻ നടക്കുകയാണ്. സെറീൻ 10-നകത്ത് ഫോസ്ഫോറൈലേഷൻ നടക്കുകയാണെങ്കിൽ SP1-ന് അവിടെ വന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. മീതൈലേഷൻ അവിടെ തന്നെ കാണും, പക്ഷേ SP1-ന് ആ മീതൈലേറ്റഡ് ആയിട്ടുള്ള ലൈസീൻ 9-നകത്ത് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതാണ് ഒരു സ്ഥലത്തുള്ള ക്രൊമാറ്റിൻ മോഡിഫിക്കേഷൻ മറ്റൊരു സ്ഥലത്ത് കിടക്കുന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. സോ ഇവിടെ ലൈസീൻ 9-നകത്ത് മീതൈലേഷൻ മാത്രമാണ് നടക്കുന്നതെങ്കിൽ SP1 പ്രോട്ടീന് വന്ന് ബൈൻഡ് ചെയ്യാം, സൈലൻസ് ചെയ്യാനായിട്ട് പറ്റും ഈ H3 ഹിസ്റ്റോണിനെ. പക്ഷേ ഇവിടെ തൊട്ടടുത്ത് കിടക്കുന്ന സെറീൻ 10-ന് ഫോസ്ഫോറിലേഷൻ കൂടെ നടന്നു കഴിഞ്ഞാൽ SP1-ന് ഈ മീതൈലേറ്റഡ് ആയിട്ടുള്ള ലൈസീൻ 9-ലോട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. മീതൈലേറ്റഡ് സ്റ്റേറ്റ് തന്നെയായിരിക്കാം, പക്ഷേ SP1-ന് വന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. During metaphase, the SP1 protein is temporarily lost from mitotic chromosomes, even though they retain the essential mark, namely histone S3 methylation of lysine 9. Metaphase condition-നകത്ത് SP1 protein is temporarily lost from the mitotic chromosomes. Mitotic chromosomes SP1 protein temporary ആയിട്ട് ലോസ് ചെയ്താണ് കാണുന്നത്. ഈവൻ ദോ ദേ ഹാവ് എൻ ഹിസ്റ്റോൺ മാർക്ക് ലൈസീൻ 9-നകത്ത് ഈ മീതൈലേഷൻ ഉണ്ട് എങ്കിൽ പോലും ഈ SP1 പ്രോട്ടീൻ ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല മെറ്റാഫേസ് സ്റ്റേജിനകത്ത്. ലോസ് ഓഫ് SP1 ബൈൻഡിങ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫോസ്ഫോറിലേഷൻ ഓഫ് ദ നെയ്ബറിംഗ് സെറീൻ റെസിഡ്യൂ അറ്റ് ദ പൊസിഷൻ 10 ഓഫ് ഹിസ്റ്റോൺ S3-കകത്ത് സെറീൻ പൊസിഷനകത്ത് ഇങ്ങനെയുള്ളൊരു ഫോസ്ഫോറിലേഷൻ നടന്നതുകൊണ്ടാണ് മീതൈലേറ്റഡ് ആയിട്ടുള്ള ലൈസീൻ 9-നകത്തേക്ക് SP1-ന് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റാത്തത്. നമ്മൾ ഈ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. മെറ്റാഫേസിനകത്ത് SP1 എന്ന് പറഞ്ഞ പ്രോട്ടീന് ലൈസീൻ 9 വന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതിന് കാരണം പറയുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന സെറീൻ എന്നതിനകത്ത് ഫോസ്ഫോറിലേഷൻ നടന്നതുകൊണ്ടാണ് SP1 പ്രോട്ടീന് ഇതിനകത്ത് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റാതിരുന്നതെന്നാണ് പറയുന്നത്. This phosphorylation is mediated by the cell cycle kinase called Aurora B. Aurora B ആണ് ഈ phosphorylation ഹെൽപ്പ് ചെയ്യുന്നത്. This kinase becomes active only during the M phase of the cell cycle. ഈ കൈനേസ് ആക്റ്റീവ് ആവുന്ന M ഫേസിൽ മാത്രമാണ്, മൈറ്റോട്ടിക് ഫേസിലാണ്. സെൽ സൈക്കിളിൻ്റെ മൈറ്റോട്ടിക് ഫേസിൽ മാത്രമാണ് ഈ കൈനേസ് ആക്റ്റീവ് ആവുള്ളൂ. thereby causing the release of SP1 from the heterochromatin of the metaphase chromosome. അതുവഴി SP1-ൻ്റെ റിലീസാണത്
നടത്തുന്നത്. ഹെറ്ററോക്രോമാറ്റിക് സ്റ്റേജിൽ നിന്ന് ആക്റ്റീവായിട്ടുള്ള സ്റ്റേജിലോട്ട് മാറാൻ വേണ്ടിയിട്ട് HP1 അത് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഔറോറ കൈനേസ് ഈ മെറ്റാഫേസ് അല്ലെങ്കിൽ മൈറ്റോട്ടിക് സ്റ്റേജിനകത്ത്. The dissociation of HP1 by the aura B kinase seems to be required for the attachment of the mitotic spindles to the centrosome and the subsequent separation of sister chromatids during cytokinase. ഈ HP1 എന്ന് പറയുന്നതിനെ ഡിസോസിയേറ്റ് ചെയ്യുന്ന ഔറ ബി കൈനേസിൻ്റെ ഹെൽപ്പോട് കൂടി HP1 പ്രോട്ടീൻ ഡിസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നീഡാണ്. കാരണം സ്പിൻഡിൽ ഫൈബേഴ്സ് മൈറ്റോട്ടിക് ആയിട്ടുള്ള സ്പിൻഡിൽ ഫൈബേഴ്സ് സെൻട്രോസോംസുമായിട്ട് അറ്റാച്ച് ചെയ്യാനും അതുപോലെ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് സൈറ്റോകൈനസിൻ്റെ സമയത്ത് സെപ്പറേറ്റ് ചെയ്യാനായിരുന്നു ഈ HP1 എന്ന് പറഞ്ഞ പ്രോട്ടീൻ അവിടെ ആബ്സെൻ്റ് ആയി നിന്നെങ്കിൽ മാത്രമാണ് ഇതെല്ലാം നടക്കുകയുള്ളൂ. സോ ഔറോബി കൈനേസ് സെറീനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്ന വഴി സെറീൻ 10 ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്ന വഴി H3 സെറീൻ 10 ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്ന വഴി ഇതെല്ലാം നടക്കുന്നുണ്ട്. When this process is complete, the phosphorylation of serine 10 is lost because of the diminished aurora B kinase activity. Phosphorylation of serine 10 എന്നുള്ളത് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ലോസ് ചെയ്യും. ഈ ആക്ടിവിറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മൈറ്റോട്ടിക് ഫേസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഔറോറ ബി കൈനേസിൻ്റെ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി കാരണം ഫോസ്ഫോറിലേഷൻ ഓഫ് സെറീൻ 10 എന്ന് പറയുന്നത് ലോസ് ചെയ്തു പോയി. അവിടുത്തെ ഫോസ്ഫോറിലേഷൻ പോവും. അപ്പോൾ പിന്നെ മീതൈലേറ്റഡ് ആയിട്ടുള്ള ലൈസീൻ 9 നമ്മുടെ HP1 പ്രോട്ടീന് വന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. ദ HP1 റീഅസോസിയേറ്റ്സ് വിത്ത് ദ ക്രോമസോം ടു മെയിൻറ്റെയിൻ ദ ഹെറ്ററോക്രോമാറ്റിൻ സ്റ്റേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് HP1 റീഅസോസിയേറ്റ് ചെയ്യും ക്രോമസോംസ് ആയിട്ട്. കൺസിസ്റ്റൻറ്റ് വിത്ത് ദിസ് മോഡൽ, മ്യൂട്ടേഷൻസ് ദാറ്റ് എലിമിനേറ്റ് ഔറോറ ബി കൈനേസ് ലീഡ്സ് ടു അബ്രൻറ്റ് സെഗ്രിഗേഷൻ. ഇനി ഔറോറ ബി കൈനേസിനെ എലിമിനേറ്റ് ചെയ്യുന്ന മ്യൂട്ടേഷൻസ് വഴി സെഗ്രിഗേഷൻ അല്ലെങ്കിൽ ആ ക്രൊമാറ്റിഡ്സിൻ്റെ സെപ്പറേഷൻ സിസ്റ്റർ ക്രൊമാറ്റിഡ്സിൻ്റെ സെപ്പറേഷനകത്ത് മിസ്റ്റേക്സ് വരാറുണ്ട്. Despite these observations, it remains highly controversial that a specific code exists with complex patterns of histone modifications at a given locus generating a highly specific readout. ഇങ്ങനെയുള്ള ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിലും ഇപ്പോഴും കോൺട്രവേഴ്ഷ്യൽ ആണ്. ഒരു സ്പെസിഫിക് കോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിലുള്ള കെമിക്കൽ മോഡിഫിക്കേഷൻസ് വരുമ്പം അതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് റീഡ് ചെയ്യുന്നത് എന്നുള്ളത് ഇന്നും ഒരു ഹൈലി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ഇതാണ്. ഇങ്ങനെയുള്ള ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ പോലും മെനി ഓഫ് ദ മോഡിഫിക്കേഷൻസ് സീൻ അറ്റ് ദ ജീൻ ആർ ലൈക്ലി ജസ്റ്റ് ടു ബി ദ പാർട്ട് ഓഫ് ദ പ്രോസസ് ബൈ വിച്ച് എ ജീൻ ഇസ് ആക്ടിവേറ്റഡ് ഓർ റിപ്രസ്ഡ്. ഇങ്ങനെ കാണുന്ന പല മോഡിഫിക്കേഷൻസും നമ്മൾ സാധാരണയായിട്ട് ഒരു ജീൻ ആക്ടിവേറ്റഡ് ആണോ റിപ്രസ്ഡ് ആണോ എന്നുള്ളൊരു കണ്ടീഷനെ സൂചിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഇതിൽ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. റാദർ ദാൻ ബീങ് ഇനീഷ്യേറ്റിംഗ് ദ സിഗ്നൽ ദാറ്റ് ഇസ് ദേ ആർ കോൺസിക്വൻസ് ഓഫ് ദ ജീൻ ബീങ് ഓൺ ഓർ ഓഫ്, നോട്ട് ദ കോസ്. ഓണോ ആണോ ഓഫ് ആണോ എന്നുള്ളതിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് ഒരു സിഗ്നലായിട്ട് അതിനെ നമ്മൾ എടുക്കാറില്ല. Next, indeed, a recent study suggests apparently normal strains of Drosophila can be propagated without any H3K4 methylation. റീസെൻറ്റ് സ്റ്റഡി സജസ്റ്റ് ചെയ്യുന്നുണ്ട് നോർമൽ സ്ട്രെയിൻസ് ഓഫ് ഡ്രോസോഫിലേനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും H3K4 മീതൈലേഷൻ ഇല്ലാണ്ട് തന്നെ. സൈറ്റ് സ്പെസിഫിക് DNA ബൈൻഡിംഗ് പ്രോട്ടീൻസ് റിമെയിൻ ദ സ്ട്രോങ്ങസ്റ്റ് പ്രൊവൈഡർ ഫോർ സ്പെസിഫിസിറ്റി ഡിറ്റർമൈനിങ് വെദർ ദ ജീൻ ഇസ് എക്സ്പ്രസ്ഡ്. ഒരു ജീൻ എക്സ്പ്രസ്ഡ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുക DNA ബൈൻഡിങ് പ്രോട്ടീൻസുകളാണ് എന്നാണ് പറയുന്നത്. സൈറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള DNA ബൈൻഡിങ് പ്രോട്ടീൻസ് ആണ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പ്രൊവൈഡേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഫോർ സ്പെസിഫിസിറ്റി ഇൻ ഡിറ്റർമൈനിങ് വെദർ ദ ഗിവൺ ജീൻ ഇസ് എക്സ്പ്രസ്ഡ്. ഈ ഒരു ഗിവൺ ജീൻ എക്സ്പ്രസ്ഡ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് സൈറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള DNA ബൈൻഡിങ് പ്രോട്ടീൻസ് ആണെന്നാണ് പറയുന്നത്. Nonetheless, certain histone modifications are often associated with a particular state of gene activity. ചില ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻസ് പർട്ടിക്കുലർ സ്റ്റേറ്റ് ജീൻ ആക്ടിവിറ്റിയുടെ പർട്ടിക്കുലർ സ്റ്റേറ്റിനെ സൂചിപ്പിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ H3K27 മീതൈലേഷൻ ഇസ് സീൻ അറ്റ് മെനി റിപ്രസ് ജീൻസ്. H3 ലൈസീൻ 27 മീതൈലേഷൻ പല റിപ്രസ്ഡ് ആയിട്ടുള്ള ജീൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ H3K4 മീതൈലേഷൻ ഇസ് അസോസിയേറ്റഡ് വിത്ത് ആക്റ്റീവ് ജീൻസ്. ഹിസ്റ്റോൺ H3 തന്നെ ലൈസീൻ 4 മീതൈലേഷൻ ആക്റ്റീവ് ആയിട്ടുള്ള ജീൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. The hypothesis of the histone code suggests that specific pattern or combinations of these histone modifications can be recognized by proteins that interpret and respond to the chromatin stage. ശരിക്കും ഹിസ്റ്റോൺ കോഡ് ഹൈപ്പോത്തസിസ് സജസ്റ്റ് ചെയ്യുന്ന സ്പെസിഫിക് പാറ്റേൺ അല്ലെങ്കിൽ കോമ്പിനേഷൻസ് ഓഫ് ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻസിനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ചില പ്രോട്ടീൻസ് ഉണ്ട്. ആ പ്രോട്ടീൻസ് ആണ് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും അതിൻ്റെ ക്രോമാറ്റിൻ സ്റ്റേജിലോട്ട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നതെന്നാണ് ഹിസ്റ്റോൺ കോഡ് ഹൈപ്പോത്തസിസ് പറയുന്നത്. ഈ പ്രോട്ടീൻസിന് നമ്മൾ
റീഡർ പ്രോട്ടീൻസ് ആണ് പറയാറുള്ളത്. അതിനകത്ത് ട്രാൻസ്ക്രിപ്ഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്, ക്രൊമാറ്റിൻ റീമോഡലേഴ്സ് ഉണ്ട്, അതുപോലെ പല എപ്പിജനറ്റിക് ആയിട്ടുള്ള റെഗുലേറ്റേഴ്സും ഉണ്ട്. ഈ പ്രോട്ടീനുകളാണ് ആക്ച്വലി സ്പെസിഫിക് പാറ്റേൺസ് അല്ലെങ്കിൽ കോമ്പിനേഷനിലുള്ള ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻസിന് റീഡ് ചെയ്യാനായിട്ട് കഴിവുള്ളത്. അതുകൊണ്ടാണ് അവരെ നമ്മൾ റീഡർ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ബൈ റെക്കഗ്നൈസിങ് ആൻഡ് ബൈൻഡിങ് ടു സ്പെസിഫിക് ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻസ്, the reader proteins can recruit other factors to regulate gene expression and other chromatin dependent processes. നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുകയും ബൈൻഡ് ചെയ്യുകയും സ്പെസിഫിക് ആയിട്ടുള്ള ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻസിനെ റെക്കഗ്നൈസ് ചെയ്യുകയും ബൈൻഡ് ചെയ്യുകയും ചെയ്യുന്ന വഴി ഈ റീഡർ പ്രോട്ടീൻസിന് പല ഫാക്ടേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനും അതുവഴി ജീൻ എക്സ്പ്രഷനെ അതുപോലെ അതർ ക്രൊമാറ്റിൻ ഡിപ്പെൻഡൻറ്റ് പ്രോസസ്സസിനെയും റെഗുലേറ്റ് ചെയ്യാനും പറ്റുമെന്നാണ് പറയുന്നത്. For example, certain modifications such as acetylation of lysine residues on histone tails are generally associated with gene activation. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സാധാരണയായിട്ട് ലൈസീൻ റെസിഡ്യൂസിലുള്ള അസറ്റൈലേഷൻ, ഹിസ്റ്റോൺ ടെയിൽസിലുള്ള ലൈസീൻ റെസിഡ്യൂസിനകത്തുള്ള അസറ്റൈലേഷൻ സാധാരണയായിട്ട് ജീൻ ആക്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അസറ്റൈലേറ്റഡ് ഹിസ്റ്റോൺസ് ക്രിയേറ്റ് എ മോർ റിലാക്സ്ഡ് ക്രോമാറ്റിൻ സ്റ്റേറ്റ് സ്ട്രക്ചർ അലൗവിങ് ട്രാൻസ്ക്രിപ്ഷണൽ മെഷീനറി ടു ആക്സസ് DNA ആൻഡ് ഇനീഷ്യേറ്റ് ജീൻ എക്സ്പ്രഷൻ. അസറ്റൈലേറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്റോൺസ് ആണെങ്കിൽ ക്രൊമാറ്റിൻ്റെ സ്ട്രക്ചർ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആവും. അതുവഴി ട്രാൻസ്ക്രിപ്ഷണൽ മെഷീനറിക്ക് കുറച്ചും കൂടെ DNA ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ജീൻ എക്സ്പ്രഷൻ നടക്കുകയും ചെയ്യും. Conversely, other modifications like methylation of specific lysine or arginine residues can either activate or repress can have either activating or repressing effects depending upon the context and specific sites of modification. അതുപോലെ തന്നെ ചില ലൈസീനും അതുപോലെ ആർജിനൈൻ റെസിഡ്യൂസിനകത്ത് മീഥൈലേഷൻ നടന്നു കഴിഞ്ഞാൽ ചിലതിനകത്ത് അത് ആക്ടിവേറ്റിംഗ് കണ്ടീഷനകത്തേക്കും ചിലതിനകത്ത് റിപ്രസിങ് ഇഫക്റ്റുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോണ്ടെക്സ്റ്റ്, എവിടെയാണ് നടക്കുന്നത്, അതുപോലെ ഏത് റെസിഡ്യൂവിലാണ് നടക്കുന്നത്, അതുപോലെ സ്പെസിഫിക് സൈറ്റ്സ് ഓഫ് മോഡിഫിക്കേഷൻ അനുസരിച്ചും ആക്ടിവേഷൻ ആണോ റിപ്രഷൻ ആണോ എന്നുള്ളത് മാറിക്കൊണ്ടിരിക്കും. ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ഹിസ്റ്റോൺ കോഡ് ഇസ് എ കോംപ്ലക്സ് ആൻഡ് ഡൈനാമിക് പ്രോസസ്. ഹിസ്റ്റോൺ കോഡ് ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കോംപ്ലക്സും ഡൈനാമിക്കും ആയിട്ടുള്ള പ്രോസസ്സാണ്. The presence or absence of specific histone modifications, the presenceum അതുപോലെ ആബ്സെൻസും സ്പെസിഫിക് ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻസിൻ്റെ പ്രസൻസും ആബ്സെൻസും ആസ് വെൽ ആസ് ദെയർ പൊസിഷനിങ് ആൻഡ് കോമ്പിനേഷണൽ പാറ്റേൺസ്, അതിൻ്റെ പൊസിഷനിങ്ങും അതുപോലെ കോമ്പിനേഷണൽ പാറ്റേൺസും can indicate the recruitment of various chromatin modifying enzymes and regulatory proteins. അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് പല ക്രൊമാറ്റിൻ മോഡിഫൈങ് എൻസൈംസിനെയും റെഗുലേറ്ററി പ്രോട്ടീൻസിനെയും റിക്രൂട്ട്മെൻ്റ് ആണ്, അൾട്ടിമേറ്റ്ലി ഇൻഫ്ലുവൻസിങ് gene expression and other chromatin-based processes such as DNA replication, repair and recombination. ഹിസ്റ്റോൺ കോഡിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സും ഡൈനാമിക്കും ആയിട്ടുള്ള പ്രോസസ്സാണ്. പല ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻസിൻ്റെ പ്രസൻസും ആബ്സെൻസും അതുപോലെ തന്നെ അതിൻ്റെ പൊസിഷനിങ്ങും കോമ്പിനേഷണൽ പാറ്റേൺസും പല ക്രൊമാറ്റിൻ മോഡിഫൈങ് എൻസൈംസിനെയും റെഗുലേറ്ററി പ്രോട്ടീൻസിനെയും റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അത് അൾട്ടിമേറ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ജീൻ എക്സ്പ്രഷനെയും അതുപോലെ ക്രൊമാറ്റിൻ ബേസ്ഡ് പ്രോസസ്സസ് ആയിട്ടുള്ള DNA റിപ്ലിക്കേഷൻ, റിപ്പയർ, റീകോമ്പിനേഷൻ ഒക്കെയാണ്. സാധാരണയായിട്ട് ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻസിന് നമ്മളൊരു ഇങ്ങനെ പേരുണ്ട്, അല്ലെങ്കിൽ നോമൻ ക്ലേച്ചറിന് ഒരു പ്രത്യേക രീതിയുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു പോയത് വെച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നെയിം ഓഫ് ദ ഹിസ്റ്റോൺ ആണെങ്കിൽ നമ്മൾ H3 എന്ന് എഴുതും. ഇപ്പോൾ H3യിലാണ് മോഡിഫിക്കേഷൻ നടക്കണമെങ്കിൽ H3 എന്ന് എഴുതും. H4ലാണെങ്കിൽ H4 എന്ന് എഴുതും. H2Aയിലാണെങ്കിൽ H2A, H2B അങ്ങനെയൊക്കെ, H2Bയിലാണെങ്കിൽ H2B അങ്ങനെ എഴുതും. ദ സിംഗിൾ ലെറ്റർ അമിനോ ആസിഡ് അബ്രിവേഷൻ, ഏത് ഇതിലാണോ മോഡിഫിക്കേഷൻ നടക്കുന്നത് അതിൻ്റെ സിംഗിൾ ലെറ്റർ ആയിട്ടുള്ള അമിനോ ആസിഡ് അബ്രിവേഷനാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. K ആണെങ്കിൽ ഫോർ ലൈസീൻ, നമുക്ക് ഓൾറെഡി അറിയാം. K ആണെങ്കിൽ ലൈസീൻ, S ആണെങ്കിൽ ഫോർ സെറീൻ, ആർജിനിൻ ആണെങ്കിൽ R. അങ്ങനെ ദ അമിനോ ആസിഡ് പൊസിഷൻ ഇൻ ദ പ്രോട്ടീൻ, അമിനോ ആസിഡിൻ്റെ ഏത് പൊസിഷനിലാണ്, അമിനോ ആസിഡിൻ്റെ പൊസിഷൻ, പ്രോട്ടീനകത്ത് ഏത് പൊസിഷനിലാണ് അമിനോ ആസിഡ് ഇരിക്കുന്നത്, നമ്മൾ K9, K4 ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ലൈസീൻ, അതായത് ലൈസീൻ 4th പൊസിഷനാണ് ആ അമിനോ ആസിഡ് സീക്വൻസിനകത്ത് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രോട്ടീനകത്ത് ഇരിക്കുന്നത് 4th പൊസിഷനിലാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ S3 K4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോൺ S3യിലെ ലൈസീൻ 4നാണ് മോഡിഫിക്കേഷൻ നടക്കുന്നതെന്നാണ്. ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻ നമ്മൾ മീഥൈലേഷൻ ആണെങ്കിൽ ME എന്ന് എഴുതാറുണ്ട്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ P ഇടാറുണ്ട്. അസറ്റൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ AC, അല്ലെങ്കിൽ യുബിക്വിറ്റഡ് ആണെങ്കിൽ UB എന്നാണ് നമ്മൾ ഇടാറുള്ളത്. നമ്പർ ഓഫ് മോഡിഫിക്കേഷൻസ്, എത്ര നമ്പർ ഓഫ് മോഡിഫിക്കേഷൻസ് നടക്കുന്നു. ഇപ്പോൾ മീഥൈലേഷൻ തന്നെ 3 സ്ഥലത്ത് നടക്കുന്നുണ്ടെങ്കിൽ ME3 എന്നിടും, ഒരു സ്ഥലത്താണുള്ളെങ്കിൽ ME1 എന്നിടും. സോ ഇപ്പോൾ ഇതിനകത്തൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് S3 K4 ME1, അതായത് ഹിസ്റ്റോൺ S3യിലെ ലൈസീൻ 4നകത്ത് മീഥൈലേഷൻ നടന്നിട്ടുണ്ട്, ഒരു പൊസിഷനിലാണ്, മോണോമീഥൈലേഷനാണ് നടന്നിരിക്കുന്നത്. ഡിനോട്ട്സ് ഫോർ മോണോമീഥൈലേഷൻ ഓഫ് ദ 4th റെസിഡ്യൂ ലൈസീൻ ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് ദ S3 പ്രോട്ടീൻ. S3 പ്രോട്ടീൻ്റെ സ്റ്റാർട്ട് സൈറ്റിൽ ടെർമിനൽ എൻഡിൽ നിന്ന് 4th പൊസിഷനിലുള്ള ലൈസീനകത്ത് ഒരു മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്.
ഹിസ്റ്റോൺ കോഡ് ഹൈപ്പോസിസിനകത്ത് പല നമ്മൾ പറയാൻ ആക്ടിവേഷൻ ആണോ റിപ്രഷൻ ആണോ നടക്കുന്നതെന്ന് ഒരു ടേബിൾ ഫോമിൽ പറയാറുണ്ട്. അതിനകത്ത് ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻ മോണോ മീതൈലേഷൻ ആണ്. ഒരു മീതൈൽ ഗ്രൂപ്പാണ് ആഡ് ചെയ്യുന്നത്. അതായത് H3യുടെ K4-ലാണെങ്കിൽ ആക്ടിവേഷനാണ് നടക്കുന്നത്. H3 പ്രോട്ടീൻ്റെ ലൈസിൻ 4-ലാണെങ്കിൽ ആക്ടിവേഷനാണ്. ലൈസിൻ 9-ലാണെങ്കിൽ ആക്ടിവേഷനാണ്. H3യുടെ ലൈസിൻ 27-ലാണെങ്കിലും ആക്ടിവേഷനാണ്. 79-ലും ആണെങ്കിൽ ആക്ടിവേഷനാണ്. K20-ലാണെങ്കിലും ലൈസിൻ 20-ലാണെങ്കിൽ ആക്ടിവേഷനാണ്. H4ൻ്റെ ലൈസിൻ 20-ലാണെങ്കിൽ ആക്ടിവേഷനാണ്. H2Bയുടെ ലൈസിൻ 5-ലാണെങ്കിലും ആക്ടിവേഷനാണ്. ഇനി ഡൈമീതൈലേഷൻ, രണ്ടിടത്തും മീതൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ H3K9 അത് ഹിസ്റ്റോൺ. H3യുടെ ലൈസിൻ 9-നകത്താണെങ്കിൽ അത് റിപ്രഷനാണ് കാണിക്കുന്നത്. അതുപോലെ K27-ലാണെങ്കിലും റിപ്രഷനാണ് കാണിക്കുന്നത്. ലൈസിൻ 79-ലാണെങ്കിൽ H3K79-ലാണെങ്കിൽ അത് ആക്ടിവേഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആക്ടിവേഷനെയാണ് നേരം ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെയാണ് റീഡ് ചെയ്യണത്. ആക്ടിവേഷനെയാണ് ഡിനോട്ട്. ഇനി ട്രൈമീതൈലേഷൻ ആണെങ്കിൽ H3K4-നകത്താണെങ്കിൽ അത് ആക്ടിവേഷനാണ് കാണിക്കുന്നത്. 3 സ്ഥലത്ത് മീതൈലേറ്റ് ചെയ്താലും അത് ആക്ടിവേഷനാണ് കാണിക്കുന്നത്. H3യുടെ K9-ലാണെങ്കിൽ അത് റിപ്രഷനാണ് നടക്കുന്നത്. K9-ൽ ട്രൈമീതൈലേഷൻ നടക്കുകയാണെങ്കിൽ റിപ്രഷനാണ് നടക്കുന്നത്. അതുപോലെ H3യുടെ K27-ൽ ട്രൈമീതൈലേഷൻ നടക്കുകയാണെങ്കിൽ അവിടെ റിപ്രഷനാണ്. K79-ലാണെങ്കിൽ ആക്ടിവേഷനും ആവാം റിപ്രഷനും ആവാം ഡിപ്പെൻഡിങ് അപ്പോൺ ദ കണ്ടീഷൻസ്. ഇനി H2B K5-ൻ്റെ ആണെങ്കിൽ H2Bയുടെ ലൈസിൻ 5-ൻ്റെ റിപ്രഷനാണ് നടക്കുന്നത്. അതുപോലെ തന്നെ അസറ്റൈലേഷൻ H3K9-ലാണെങ്കിൽ ആക്ടിവേഷനാണ്. അതുപോലെ H3K14-നകത്താണെങ്കിലും ആക്ടിവേഷനാണ് നടക്കുന്നത്. K14-ലാണ് അസറ്റൈലേഷൻ നടക്കുന്നതിനും ആക്ടിവേഷനാണ് നടക്കുന്നത്. ഇത്രയാണ് ഹിസ്റ്റോൺ കോഡ് ഹൈപ്പോത്തസിസ്. താങ്ക് യു.